വായിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി തന്നെ പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കമ്മ്യൂണിക്കേഷന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി നമ്മുടെ മോഹനമായ ഭാഷയ്ക്കുണ്ട്. എളുപ്പം ആരെയും എളുപ്പം ആദ്യം ചെന്ന് പിടിച്ച് കീഴടക്കാനായിട്ട് പറ്റാത്ത ഒരു ഭാഷയാണത്. അത് മാത്രം അത് കഴിഞ്ഞിട്ടേ മറ്റെന്തും പാടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ പോകണം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പാശ്ചാത്യ സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമുക്കറിയാം ഇത് കുടുംബ കോടതികൾ കൂടി എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കുടുംബ കോടതികൾ ഏറിക്കൊണ്ടിരിക്കുക. പാശ്ചാത്യരുടെ അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറവാണ്. കുടുംബ ബന്ധങ്ങൾക്ക് അരക്കിട്ട് ഉറപ്പിക്കാൻ അവർ എത്ര ശ്രമിച്ചാലും പറ്റാത്ത ഒരു രീതിയിലോട്ട് അവിടെയൊക്കെ തരം താഴ്ന്ന് പണ്ടേ തന്നെ തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം നിങ്ങള് ഇന്ന് കുടുംബജീവിതത്തിലേക്കൊക്കെ മുന്നോട്ട് കാലെടുത്ത് വെക്കാനായിട്ട് നിൽക്കുന്ന നിങ്ങൾ ആ ഒരു അറ്റത്ത് നിൽക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുടുംബ ബന്ധങ്ങളുടെ മഹത്വത്തിന് നമ്മുടെ നാട് കേമമായിരുന്നു അല്ലെ? ആ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടില് എങ്ങനെയാണ് ഈ കുടുംബ ബന്ധങ്ങൾ കെട്ടുറപ്പോടുകൂടി പോകുന്നതെന്ന് അതിശയിച്ച് വിദേശികൾ ചോദിക്കാറുണ്ടായിരുന്ന ഒരു നമ്മുടെ മലയാള നാട്ടില് ഇന്ന് ബന്ധങ്ങൾ കുറഞ്ഞിട്ട് എന്തിനും ഏതിനും കുടുംബ കോടതികളെ ആശ്രയിക്കുന്ന നിലയിലേക്ക് തലതാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മലയാള ഭാഷയെ സ്നേഹിക്കണം, മലയാളത്തിന്റെ ആ മഹത്വം അംഗീകരിക്കണം, മലയാള നാടിന്റെ മഹത്വം അംഗീകരിക്കണം, മലയാള സംസ്കാരത്തിന്റെ ഭാഗമായ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു അടിത്തറ, ആ കെട്ടുറപ്പ് നമ്മൾ നിലനിർത്തണം. ഇന്ന് നമുക്ക് കൈകിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ആർജിക്കണം. നമ്മൾ എന്തിനും